മാതാവ് വഴി ഈശോ എൻ്റെ കുടുംബത്തിന് ചെയ്ത അനുഗ്രഹങ്ങൾ പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ഫ്രാൻസിസ് വിജയൻ, എൻ്റെ പേര് ഷീല വിജയൻ. എൻ്റെ ഭർത്താവിന് 2022 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഭർത്താവിന് മൂക്കിൽ ക്യാൻസർ വന്നിട്ട് അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഫോളോ അപ്പിന് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മൂക്കിൽ ഒരു പോളിപ്പ് വന്നു. പോളിപ്പ് എന്ന് പറഞ്ഞത് ഒരു കുരു പോലെയാണ്. പക്ഷെ അതുമേൽ അറിയാതെ നമ്മുടെ കൈ എന്തെങ്കിലും മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ഓപ്പറേഷൻ്റെ ഡേറ്റ് എടുത്ത്, പക്ഷെ അതിനു മുൻപ് തന്നെ ഓപ്പറേഷന് പോകാതെ അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഭർത്താവും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അതിനെ തുടർന്ന് എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ആ പോളിപ്പ് അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഈശോ സുഖപ്പെടുത്തി തന്ന് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എനിക്ക് കൊറോണ വന്നതിന് ശേഷം ഹാർട്ടിന് അസുഖം പിടിച്ച് 1 വർഷത്തോളം ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 7 ക്യാപ്സ്യൂൾ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് ഹാർട്ടിൻ്റെ അസുഖം എനിക്ക് സുഖപ്പെട്ട് ഡോക്ടർ ECGയും എക്കോയും TMT എല്ലാം ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് മാറിയെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ യാതൊരു മെഡിസിൻ എടുക്കണില്ല. അതുപോലെ എൻ്റെ 2 കാലിനും മുട്ടിന് താഴോട്ട് മസിലെല്ലാം വീക്കായി പോണേരുന്നു. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഡോക്ടറിനെ കാണിച്ച് പിന്നെ അതിന് കുറയാണ്ടായി ഭയങ്കര വേദനയും നടക്കാൻ പറ്റാണ്ട് ഭിത്തിയിലെല്ലാം പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ അമ്മേനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് തൈലെല്ലാം പുരട്ടുമായിരുന്നു. അതിനെ തുടർന്ന് എൻ്റെ 2 കാലിനും മസിലെല്ലാം വന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തി. പിന്നെ ആ സമയത്ത് ഒരു കാരണം ഇല്ലാണ്ട് ആ വൈദ്യർ എൻ്റെ BP ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 200, 110 അപ്പോൾ എൻ്റെ മോനോട് പറഞ്ഞ് കാലൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാൻ വേഗം നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയപ്പോഴാണ് 200, 110. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്കിത് ശരിക്കും സ്ട്രോക്ക് വരേണ്ടതാണ്, നിങ്ങളുടെ മനസാന്നിധ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈശോയാണ് എന്നെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാത്തിനും ഈശോ എൻ്റെ കുടുംബത്തോടും എന്നോടും എൻ്റെ ഭർത്താവിനോടും എൻ്റെ മക്കളോടും കാണിച്ച എല്ലാ കാരണത്തിനും നന്ദി. എൻ്റെ കുടുംബത്തിന് ഞാൻ ആവശ്യപ്പെടാണ്ട് തന്നെയും ഈശോ പോലെ അനുഗ്രഹങ്ങൾ ചെയ്തു തരാറുണ്ട്. ഈശോയ്ക്ക് അമ്മയ്ക്കും കോടാനുകോടി നന്ദി. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന പോലെ ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമല്ല, പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കൃപാസനം പേപ്പർ ഞാൻ എറണാകുളം ജനറൽ ആശുപത്രി കൊണ്ടു കൊടുക്കും. പിന്നെ പള്ളികളിലൊക്കെ കൊണ്ടു കൊടുക്കും. ഒരു പ്രാവശ്യം ഞാൻ പേപ്പറും കൊണ്ട് പോയപ്പോൾ ഹോസ്പിറ്റലിൽ അവർ ഞങ്ങൾക്ക് കിട്ടിയെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്ന് അങ്ങനെ ഞാൻ മാറി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മുമ്പിൽ നിൽക്കണേ, ഞാൻ പുറകിൽ നിൽക്കുക, എന്നെ കണ്ടിട്ടാണ് ആളുകൾ വേണ്ടാന്ന് പറഞ്ഞതെന്ന്. ഉടനെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു സ്വരം കേട്ട് നിൻ്റെ ഭർത്താവിൻ്റെ ക്യാൻസർ മാറ്റിയത് ഈശോയാണെന്ന് നീ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ കാര്യം ആളുകളോട് പറയലും വേണ്ടാന്ന് പറഞ്ഞ് പോയവർ പോലും തിരിച്ചു വന്നിട്ട് ഒരു ലേഡി 3 പേപ്പർ എനിക്ക് വേണം എൻ്റെ അയൽവാസികൾ കൊണ്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞ് അവർ മേടിച്ചുകൊണ്ടുപോയി. ഇപ്പം ഞാൻ എവിടെ ഈ പേപ്പർ കൊടുക്കുമ്പോഴും ഞാൻ ആദ്യം പറയും എൻ്റെ ഭർത്താവിനെ അമ്മ വഴി ഈശോ സുഖപ്പെടുത്തിയതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ മാതാവിൻ്റെ പേപ്പർ കൊടുത്ത് തീർക്കാൻ പറ്റാറുണ്ട്. പിന്നെ എനിക്ക് ഞാൻ എല്ലാ ദിവസവും കുർബാനക്ക് പോകും, പിന്നെ ബൈബിൾ വായിക്കും. പ്രാർത്ഥന എൻ്റെ പഴയതിനേക്കാളും കുറേ പ്രാർത്ഥനാ ജീവിതം കൂടിയിട്ടുണ്ട്. എല്ലാത്തിനും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. മരണം വരെ വിശുദ്ധിയോടെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് സാധിച്ചിരുന്ന് ഞാൻ വിശ്വസിക്കണം. പുറപ്പാട് 14:13 നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യുവാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഷീല വിജയൻ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും 2 പേർക്കും ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോയതിലൂടെ ലഭിച്ച രോഗസൗഖ്യങ്ങളെ സവിശേഷമാംവിധം സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ആദ്യം പങ്കുവച്ചത് ജീവിത പങ്കാളിക്ക് ഉണ്ടായ രോഗാവസ്ഥയുടെ ചികിത്സ കഴിയുമ്പോൾ മൂക്കിനകത്ത് വന്ന ചെറിയൊരു കുരുവം അത് ശക്തമായ ബ്ലീഡിങ്ങിലേക്ക് നയിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയും അത് വീണ്ടും ഓപ്പറേഷന് വേണ്ടി വിധേയരാവണം എന്ന സാഹചര്യവും പരിശോധനയുടെ റിസൾട്ടും വരുന്ന കാലത്തിലാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി നിരന്തരം പ്രാർത്ഥിക്കുകയും അതിലൂടെ ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിൽ ചെല്ലുന്ന അവസരത്തിൽ തുടർ പരിശോധനകളിൽ അവിടെ പോളിപ്പില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ സൗഖ്യവും നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നു.
രണ്ടാമത്തത് സഹോദരിക്കുണ്ടായ രോഗാവസ്ഥകളിലാണ്. ഹാർട്ടിൻ്റെ അസുഖത്തിലും കാല് നടക്കുവാനുണ്ടായ പ്രയാസത്തിൻ്റെ അസുഖങ്ങളിലും BP-യുടെ സമയത്തും ഓരോ അവസരത്തിലും അമ്മ മാതാവിൻ്റെ സംരക്ഷണം, നേർച്ചവസ്തുക്കളായ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം, ജപമാല പ്രാർത്ഥനയിലുള്ള നിരന്തരമായ ആശ്രയത്വം, അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ഓരോ അവസരത്തിലും ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെയും സഹോദരിക്കും കുടുംബത്തിനും അനുഗ്രഹത്തിന്, സൗഖ്യത്തിന് കാരണമായി തീർന്നുവെന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഈശോയ്ക്ക് മഹത്വമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി പറഞ്ഞ ഒരു പ്രമേയം വളരെ ഗൗരവമുള്ളതാണ്. അത് കൃപാസനം ലോകത്തോട് പറയുന്ന, ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരോടും പറയുന്ന വലിയൊരു ഉത്തരവാദിത്തമാണത്. അത് നാം ഉടമ്പടി എടുക്കുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ വേണ്ടി മാത്രമല്ല, ദൈവനാമത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാൻ വേണ്ടി കൂടിയാണ്. ക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സംരക്ഷണത്തെ, സഹായത്തെ, അനുഗ്രഹത്തെ സന്തോഷത്തോടുകൂടി മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ഒരു കടമ നമുക്കുണ്ട്. സുവിശേഷവൽക്കരണത്തിൻ്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ദരിദ്രരുടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ വന്ന, സദ്വാർത്ത അറിയിക്കുവാൻ വന്ന അതേ ക്രിസ്തു ദൗത്യത്തിൽ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പങ്കുകാരാകേണ്ടത് നമ്മുടെ കടമയാണെന്ന് എന്നും കൃപാസനം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരുപക്ഷെ ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവിക ഇടപെടലുകളെക്കുറിച്ച് അധികം പറയുവാനായിട്ട് നമുക്ക് സ്വയം കഴിവില്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് കൃപാസനം പത്രിക നമുക്ക് നൽകുന്നത്. അത് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സന്ദേശങ്ങളും ഇതുപോലെ ദൈവാനുഭവം ലഭിച്ചവരുടെ സാക്ഷ്യങ്ങളും ചേർന്നതാണ് ഉടമ്പടി കൃപാസനം പത്രികയെന്ന് നമുക്കറിയാം. അത് വായിക്കുമ്പോൾ വായിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന സന്ദേശം, ദൈവത്തിൽ ആശ്രയിച്ചാൽ ജീവിതത്തിൻ്റെ ഏത് ഗൗരവമുള്ള വിഷയത്തിലും ദൈവം ഇടപെടും, അമ്മ മാതാവ് സഹായിക്കും, നമുക്ക് പ്രത്യാശയ്ക്കുള്ളൊരിടം ഇവിടെ കൃപാസനത്തിൽ അമ്മ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നൊരു സന്ദേശം കൈമാറുന്നുണ്ട്. മറ്റൊന്ന്, എങ്ങനെ ജീവിക്കണം, പാപകരമായ ജീവിതാവസ്ഥകളെ എങ്ങനെ ഉപേക്ഷിക്കണം, എങ്ങനെ ദൈവകൃപയ്ക്ക് വേണ്ടി അല്പം കൂടി നന്നായിട്ട് ജീവിതത്തെ ഒരുക്കിയെടുക്കണം, ഏതൊക്കെ സ്വഭാവങ്ങളാണ് വിട്ടുപേക്ഷിക്കേണ്ടത്, ഏതൊക്കെ പുണ്യങ്ങളിലാണ് അഭിവൃദ്ധി പ്രാപിക്കേണ്ടത്, അത് ജോസഫ് അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിലും വ്യക്തതയുടെ സന്ദേശമായി നമുക്ക് കൈമാറുന്നുണ്ട്. ഇതിൻ്റെ പങ്കുവയ്ക്കലാണ് കൃപാസനം പത്രിക നൽകുന്നതിലൂടെ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, ആദ്യം അത് കൃപാസന പത്രിക കൊടുക്കുമ്പോൾ വാങ്ങുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് കിട്ടി എന്ന് പറഞ്ഞ് പലരും ഒഴിവാക്കിയെന്ന്. എന്നാൽ ജീവിത പങ്കാളിക്ക് ലഭിച്ച സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ പത്രം നീട്ടുമ്പോൾ ഓരോരുത്തരും കൂടുതൽ തീഷ്ണതയോടെ അത് സ്വീകരിച്ച് അത് പ്രാർത്ഥനയുടെ ഉപകരണമായി, അത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായി, അത് ദൈവം ഇടപെടുവാനുള്ള വേഗത്തിലൊരു മീഡിയമായി മാറുന്നത് സഹോദരിയുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും ഗൗരവമുള്ള 2 മേഖലകളാണ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും. കാരുണ്യ പ്രവൃത്തികളിലൂടെ സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹത്തെ നമ്മൾ പ്രസരിപ്പിക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ദൈവനാമത്തെ നമ്മൾ പൊതുസമൂഹത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ലഭിക്കുന്ന രോഗസൗഖ്യത്തിലൂടെ, നമുക്ക് ലഭിക്കുന്ന ജോലിയിലൂടെ, നമുക്ക് ലഭിക്കുന്ന പരീക്ഷാ വിജയത്തിലൂടെ ദൈവത്തിന് എന്ത് നേട്ടമാണുള്ളത്? ദൈവത്തിനുള്ള നേട്ടം ദൈവനാമം പ്രഘോഷിക്കപ്പെടണം, ദൈവനാമം മഹത്വപ്പെടണം, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത കൂടുതൽ ദേശങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് അത് പടർന്നുകൊണ്ടിരിക്കണം. അതാണ് സാക്ഷ്യത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതാണ് കൃപാസനം പത്രം മറ്റുള്ളവർക്ക് നാം വിതരണം ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ഏറ്റവും നന്മയുള്ള കാര്യം. ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, എപ്പോഴൊക്കെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ അമ്മ മാതാവിൻ്റെ സന്ദേശം കിട്ടിക്കൊണ്ടിരുന്നു, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരുന്നു, അമ്മ മാതാവിൻ്റെ സവിശേഷമായ ഇടപെടൽ അനുഗ്രഹമായി ജീവിതത്തിൽ മാറിക്കൊണ്ടിരുന്നുവെന്ന്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പ്രേക്ഷിത പ്രവർത്തനത്തെ കാണണം. എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തു തീർക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഭവങ്ങളെ അഭിമാനത്തോടെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ സന്ദേശത്തെ പങ്കുവയ്ക്കുവാൻ, കൂടുതൽ പേർ ദൈവത്തിൽ ആശ്രയിക്കുവാൻ
നമ്മൾ ഉപകരണങ്ങളായിത്തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് കൃപാസനം പത്രിക കൊടുക്കുന്നതിന് സന്തോഷത്തോടു കൂടി വ്യാപരിക്കുകയും വേണം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ നമുക്ക് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യത്തെ സമർപ്പിക്കും.